Hello everyone, welcome to Brilliant EduTech, the best solution ever. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു 50 ഡേയ്സ് സ്റ്റഡി പ്ലാനുമായിട്ടാണ്. സിലബസ് ഒക്കെ കണ്ട് പലരും അങ്ങ് ബാക്കൗട്ട് അടിച്ചിട്ടുണ്ട്. എങ്ങനെ പഠിക്കുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ കണ്ടിട്ട് നമുക്കിത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എക്സാം എഴുതാം. ഇനി ഈ സ്റ്റഡി പ്ലാനിൽ നമ്മൾ റിവിഷന് വേണ്ടി ടൈമും അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇടയിൽ റിവിഷൻസ് ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഫൈനൽ റിവിഷനുള്ള ടൈമും അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു എക്സാമിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കഴിഞ്ഞ വർഷം ഈ ഒരു കോഴ്സിനകത്ത് നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് 1ഉം 2ഉം റാങ്കുകളിൽ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റാങ്കുകൾ നമ്മൾ നേടിയെടുത്തു. ആദ്യത്തെ റാങ്കിൽ നമുക്ക് ആതിര, അതുപോലെ സെക്കൻഡ് റാങ്കിൽ നമുക്ക് അൽഫിയ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ എക്സാം ഡേറ്റ് അതുപോലെ കൺഫർമേഷൻ എഗെയിൻ വന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യമേ ഒരു ഓവർവ്യൂ നോക്കാം കേട്ടോ. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാം 3-ാം തീയതിയാണ് നടക്കാവുന്നത്. സെപ്റ്റംബർ മാസം 3-ാം തീയതി 2024 100 മാർക്കിന്റെ ചോദ്യപേപ്പറാണ്. പാത്തോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി 3 സബ്ജക്റ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 സബ്ജക്ട്സ്. ഇതിൽ ബയോകെമിസ്ട്രിക്കാണ് കുറച്ച് വെയിറ്റേജ് കൂടുതൽ. ബാക്കി നമുക്ക് വരുന്നത് മൈക്രോബയോളജിയും പാത്തോളജിയും ഒക്കെയാണ്. നമുക്ക് ഈ ഒരു സിലബസ് എങ്ങനെ പഠിക്കാം, ഈ ഒരു ടൈം പീരീഡിൽ 50 ഡേയ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ പഠിച്ചു തീർക്കാം, വിത്ത് റിവിഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോ നമ്മുടെ എക്സാം ഡേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ്. അപ്പൊ അതിനുള്ളിൽ റിവിഷൻസും മെഗാ റിവിഷൻസും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ. നോക്കിക്കേ, ആദ്യം നമ്മൾ ജൂലൈ 1-ന് നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ജൂലൈ മാസം 1-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ബയോകെമിസ്ട്രിയിലെ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ദെൻ ജൂലൈ 2ഉം 3ഉം നമ്മൾ പെത്തോളജിയിലെ ടോപ്പിക്കാണ്. മൊഡ്യൂൾ 1 ഹെമറ്റോളജി ആണ്. 5 മാർക്കിന്റെ 2 ദിവസം എടുത്ത് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ജൂലൈ 4-ാം തീയതി പെത്തോളജിയിലെ മൊഡ്യൂൾ 2 വളരെ ചെറിയ ടോപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലതിന് 1 ദിവസം, ചിലതിന് 2 ദിവസം, ചിലതിന് 3 ദിവസം അങ്ങനെയൊക്കെയാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ടോപ്പിക്കിന്റെ ഡെപ്ത് അനുസരിച്ച് അതിന് കൊടുക്കേണ്ട മിനിമം ഡേയ്സ് നമ്മൾ എല്ലാവരുടെയും അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജൂലൈ 4-ാം തീയതി ക്ലിനിക്കൽ പെത്തോളജി ബേസിക് ടെക്നിക്സ് പഠിക്കുന്നു. അതിനുശേഷം ജൂലൈ 5ഉം 6ഉം എടുത്തുകൊണ്ട് ഹിസ്റ്റോ ടെക്നോളജി പഠിക്കുന്നു. അത്യാവശ്യം ടോപ്പിക്സ് ഉണ്ട്, അതുകൊണ്ട് 2 ദിവസം കൊടുത്തിട്ടുണ്ട്. പിന്നെ ജൂലൈ 7ഉം 8ഉം ബയോകെമിസ്ട്രിയിലെ 3 മൊഡ്യൂളാണ് പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓരോ മാർക്കിന് ചോദിക്കുന്ന ചെറിയ ചെറിയ മൊഡ്യൂളാണ്. 3 മാർക്കാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. 3 മാർക്കിന്റെ ടോപ്പിക്സ് ആണ് പഠിക്കുന്നത്. ജൂലൈ 9-ന് റിവിഷൻ ഡേ ആണ്. ഇതുവരെ പഠിച്ച ടോപ്പിക്സ് ഉണ്ടല്ലോ, അതായത് ബയോകെമിസ്ട്രിയിലെയും പെത്തോളജിയിലെയും ഈ ടോപ്പിക് തന്നെ നമ്മൾ ഒന്ന് എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. റിവിഷൻ ഡേയിൽ നമ്മൾ റിവിഷൻസ് ഇടയിൽ റിവിഷൻസ് ചെയ്യാണ്. ആ ഒരു ടോപ്പിക്ക് പഠിക്കണം, ഒന്നും കൂടെ പഠിക്കണം എന്നത് ഉദ്ദേശത്തോടെയാണ് റിവിഷൻ ഡേ. അപ്പൊ റിവിഷന് വേണ്ടി ആ ഒരു ഡേ അലോട്ട് ചെയ്യാം കേട്ടോ. ഇനി ജൂലൈ 10-ന് അഗെയിൻ നമ്മൾ മൈക്രോബയോളജി പഠിക്കുന്നു. ജനറൽ മൈക്രോബയോളജി ആണ് പഠിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, മൈക്രോസ്കോപ്പി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ അത് പഠിച്ചതിന് ശേഷം ജൂലൈ 11-ന് മൈക്രോബയോളജിയിൽ തന്നെ മൈക്കോളജി ടോപ്പിക് ആണ് പഠിക്കുന്നത്. 12-നും 13-നും ബയോ കെമിസ്ട്രിയിലെ ചില ടെക്നിക്സും കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് 2 ദിവസം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജൂലൈ 14-ും 15-ഉം നമ്മൾ ഹിസ്റ്റോ ടെക്നോളജി മൊഡ്യൂളാണ് പഠിക്കുന്നത്. മൈക്രോബയോളജിയിലെ ടോപ്പിക് ആണ്. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജൂലൈ 16-നാണ്. ജൂലൈ 16 റിവിഷൻ ഡേ ആണ്. ഇതുവരെ പഠിച്ച ടോപ്പിക്സ്, അത്യാവശ്യം ടോപ്പിക്സ് ഒക്കെ പഠിച്ചു, അത് ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് സാധിക്കുന്നവർ ആദ്യം പഠിച്ച ആ ടോപ്പിക്സ് ഉണ്ടല്ലോ, അതൊന്നും കൂടെ റിവൈസ് ചെയ്യാനായിട്ട് ഈ ഒരു റിവിഷൻ ഡേയും കൂടെ ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോ റിവിഷൻ ഡേയും വരുമ്പോൾ പഴയ പഠിച്ച ടോപ്പിക്സ് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്താൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ ടഫ് ആയി തോന്നുന്ന ടോപ്പിക്സ് എങ്കിലും റിവിഷൻ ഡേയ്സിൽ കൂടെ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ജൂലൈ 17, 18, 19 ഈ 3 ദിവസം എടുത്തിട്ട് നമ്മൾ ബയോകെമിസ്ട്രിയിൽ തന്നെ 2 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാണ്. റേഡിയോ ഐസോടോപ്സ് ഒക്കെ വരുന്നത്, അതുപോലെ ബഫർ സൊല്യൂഷൻ, ഇങ്ങനെ ചില ടെക്നിക്സ് ആണ് അവിടെയും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 3 ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ട്. വൃത്തിയായിട്ട് പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് ജൂലൈ 20, 21, 22 ഈ 3 ദിവസം എടുത്തിട്ട് നമ്മൾ അത്യാവശ്യം വലിയൊരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. ബാക്ടീരിയോളജി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ ജൂലൈ 23, 24-ന് പെത്തോളജി കംപ്ലീറ്റ് ചെയ്യുന്നു. അതിൽ മൊഡ്യൂൾ 4 സൈറ്റോളജി ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 2 ദിവസം എടുത്തിട്ട് ആ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ എവിടെ എത്തി, നമ്മുടെ ജൂലൈ മാസം 25-ഉം 26-ഉമാണ്. അപ്പൊ ഈ ഒരു ഡേയ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ മൈക്രോബയോളജിയിലെ വൈറോളജി ടോപ്പിക് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ക്ലിനിക്കൽ വൈറോളജി, അതുപോലെ ഇൻട്രൊഡക്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ ദിവസം നോക്കുന്നത്. 27-ന് അഗെയിൻ റിവിഷൻ ഡേ. നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റത്തെ ടോപ്പിക്സ് നിങ്ങൾ മറന്നു പോകുന്നു എന്ന് തോന്നുന്നതെങ്കിലും നിങ്ങൾ ഈ ഒരു ടൈമിൽ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 28-നും 29-നുമായിട്ട് ബയോകെമിസ്ട്രി അഗെയിൻ നമ്മൾ പഠിക്കുകയാണ്. അവിടെ നോർമാലിറ്റി, മൊളാലിറ്റി, ഇങ്ങനത്തെ ചില കാൽക്കുലേഷൻ പോർഷൻസ്, കാർബോഹൈഡ്രേറ്റ്
പ്രോട്ടീൻ, ലിപ്പിഡ്സ്, കുറെ കോമൺ ടോപ്പിക്സ് ആണ് കേട്ടോ. പല എക്സാംസിന് ചോദിച്ച് കാണുന്ന ചില ടോപ്പിക്സ് ആണ് ഇവിടെയും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ 2 ദിവസം എടുത്തുകൊണ്ട് ആ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് ജൂലൈ 30-നും 31-നും നമ്മൾ ബയോകെമിസ്ട്രിയുടെ തന്നെ വേറെ ചില ടോപ്പിക്സ് പഠിക്കുകയാണ്. മൊഡ്യൂൾ 12 പഠിക്കുകയാണ്. അപ്പൊ അത് 12-നകത്ത് നമുക്ക് സബ് ഡിവിഷൻസ് വരുന്നുണ്ട് കേട്ടോ. ബയോകെമിസ്ട്രി ഓഫ് കാർബോഹൈഡ്രേറ്റ്, അങ്ങനത്തെ പല പല ടോപ്പിക്സ്, ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷനിങ്, അങ്ങനത്തെ ചില ലബോറട്ടറി ഡയഗ്നോസിസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. അതിനുശേഷം ബയോകെമിസ്ട്രിയിലെ ടോപ്പിക്കാണ് ഓഗസ്റ്റ് 1, 2, 3 ദിവസങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് 2 മൊഡ്യൂളാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബേസിക്കലി യൂറിനെ പറ്റി പറയുന്ന ആ ഒരു ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വരുന്നത്, അതുപോലെ ഗ്യാസ്ട്രിക് ജ്യൂസിനെ പറ്റി പഠിക്കുന്ന ചില ടോപ്പിക്സ് ആണ് നമ്മൾ അവിടെ പഠിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഓഗസ്റ്റ് 4-ന് പഠിക്കുന്നത് പത്തോളജിയിലെ സൈറ്റോജെനറ്റിക്സ് എന്നുള്ള ടോപ്പിക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഓഗസ്റ്റ് 5-നും 6-നും ആയിട്ട് നമ്മൾ ബയോകെമിസ്ട്രിയിലെ മോളിക്കുലർ ബയോളജി എന്ന് പറയുന്ന മൊഡ്യൂളാണ് പഠിക്കുന്നത്. അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 ദിവസം അത് കൊടുത്തിരിക്കുന്നത്. ടോപ്പിക് ചെറുതാണെങ്കിലും അത്യാവശ്യം അതിനകത്ത് പഠിക്കാനുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ടഫ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അതുകൊണ്ടാണ് 2 ദിവസം കൊടുത്തത് കേട്ടോ. ഇനി ഓഗസ്റ്റ് 7-ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ബയോകെമിസ്ട്രിയിലെ 2 മൊഡ്യൂൾസ് ആണ്. ഇലക്ട്രോഫോറസിസും ചില ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇലക്ട്രോഫോറസിസ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. 8-ാം തീയതി ബയോകെമിസ്ട്രിയിലെ ക്രോമാറ്റോഗ്രഫി വളരെ ഈസി ആയിട്ട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് ഒരു 1 ദിവസം കൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പഠിച്ചെടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാനുള്ളത് ഓഗസ്റ്റ് 9-നും 10-നും ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ബയോകെമിസ്ട്രിയിലെ മൊഡ്യൂൾ 21 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഇമ്മ്യൂണോളജിനെ കുറിച്ചാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 11-ന് എഗെയിൻ റിവിഷൻ ആണ്. നേരത്തെ പഠിച്ച ടോപ്പിക് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഓഗസ്റ്റ് 12-ന് ടോക്സിക്കോളജി, അതുപോലെ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറി കാര്യങ്ങളൊക്കെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ടോപ്പിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസം കൊടുത്തിരിക്കുന്നത്. ഇനി ഓഗസ്റ്റ് 13-നും 14-നും ആയിട്ട് മൊഡ്യൂൾ 22 കംപ്ലീറ്റ് ചെയ്യുക. അവിടെ നമുക്ക് കുറച്ച് ടെസ്റ്റ് പഠിക്കാനുണ്ട്. 13-ഉം 14-ഉം എടുത്ത് നമുക്ക് 2 ദിവസം കൊണ്ട് ഈ ഒരു ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഓഗസ്റ്റ് 15, 16-ന് നമ്മൾ പഠിക്കുന്നത് ബ്ലഡ് ബാങ്കിങ്ങിനെ കുറിച്ചാണ്. ABO, RH ടൈപ്പിംഗ് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാം. ദെൻ ഫൈനലി നമ്മൾ ഓഗസ്റ്റ് 17-നും 18-നും കൂടെയുള്ള നമ്മുടെ ആ ഒരു ഷെഡ്യൂൾ അത് കഴിഞ്ഞു. നമ്മൾ ഒരു റിവിഷൻ ചെയ്യാനുള്ള നല്ല ടൈം നമ്മൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബയോകെമിസ്ട്രിയിലെ ഓട്ടോമേഷൻ ആണ്. ഓവർലാപ്പ് ചെയ്ത് വരുന്ന ചില ടോപ്പിക്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇതല്ലാതെ മൊഡ്യൂൾസ് 26 ആണ് നമ്മൾ 18-ന് പഠിക്കുന്നത്. ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ചാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ റിവിഷൻസ് ചെയ്ത് റിവിഷൻ ഡേയ്സ് ഇടയിൽ അലോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ കൊണ്ടുപോകുന്നത്. അതിനുശേഷവും നിങ്ങൾക്ക് ഒന്നും കൂടെ പഠിക്കാനായിട്ട് 10-20 ദിവസം നമ്മൾ പിന്നെയും ബാലൻസ് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് എന്തായാലും സാധിക്കും. റിവിഷൻസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എഴുതി വെച്ച് അതൊന്ന് കൊണ്ടുപോകാനായിട്ട് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് തന്നെ നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യാണ്. അപ്പൊ ഈ ഒരു കോഴ്സിന് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. 9995264596 ആണ് നമ്മുടെ നമ്പർ. അപ്പൊ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ സർവീസസ് ആണ് ലഭിക്കുന്നത്? നിങ്ങൾക്ക് വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. നമുക്ക് ആകെ 2 മാസമൊക്കെയാണല്ലേ ഉള്ളത്. സെപ്റ്റംബറിൽ നമ്മുടെ എക്സാം എത്തി. അപ്പൊ ഇത്രയും വലിയൊരു സിലബസ് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോകണം. അതിനായൊരു വ്യക്തമായ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യണം. അത് മാത്രമല്ല നമുക്ക് MCQ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ MCQ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ക്യൂസിലൂടെയും റിവിഷൻ ടെസ്റ്റിലൂടെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. സിലബസ് ഓറിയന്റഡ് നോട്ട്സ് ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷന്റെ ടൈമിൽ പലർക്കും ഉണ്ടാവുന്നത് ആദ്യം ഒരു ഹൈപ്പൊക്കെ കാണിക്കും, നന്നായിട്ട് പഠിച്ചു പോകും. പക്ഷെ പതുക്കെ അവരൊന്ന് ഡൗൺ ആവും. പിന്നെ എക്സാമിന്റെ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടാണ്, കൺഫർമേഷൻ അല്ല ഹോൾ ടിക്കറ്റ് കേട്ടോ, ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷമാണ് പലരും പഠിക്കാനായിട്ട് തുടങ്ങുക. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ കോൺസ്റ്റന്റ്ലി ഒന്ന് ആക്റ്റീവ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ സ്വയമൊക്കെ പഠിക്കുമ്പോൾ ചിലരെങ്കിലും ഒന്ന് ഡൗൺ ആയിട്ട് പോകും. അപ്പൊ ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അനാലിസിസും അതുപോലെ തന്നെ സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് കൊടുക്കുന്നത്. പിന്നെ റിവിഷൻ ടെസ്റ്റുകൾ, ക്വിസുകൾ, സെൽഫ് അനാലിസിസ്, നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്, ദിനം പ്രതി നിങ്ങൾ എങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അനലൈസ് ചെയ്യാനാണ് സെൽഫ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഒരു പാക്കേജ് ആണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് മറക്കാതെ വാട്സപ്പ് ചെയ്യാം കേട്ടോ.
അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ സജഷൻസോ പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യാനും റിവിഷൻസും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ലബോറട്ടറി ടെക്നീഷ്യൻ എക്സാമിന് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും നല്ല രീതിയിൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.